8000 രൂപയിൽ താഴെ ഒരു ഫോൺ നോക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരുപാട് തവണ സജഷനായി വന്നിട്ടുള്ള ഫോണായിരിക്കും പോക്കോ C55. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഫോൺ തന്നെയായിരുന്നു. എന്തായാലും അതിന്റെ അടുത്ത ജനറേഷനായ പോക്കോ C65 ആണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. പോക്കോയുടെ ഭാഷ്യത്തിൽ ഇത് ഈ ഒരു C സീരീസ് ഫോണുകൾ 9 മില്യൺ യൂണിറ്റുകൾ വരെ സെയിൽ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഫോണിൽ ഒരുപാട് നല്ല അപ്ഗ്രേഡുകൾ ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഡിസ്പ്ലേ, ഡിസൈൻ, പെർഫോമൻസ്, ബാറ്ററി എല്ലാ മേഖലയിലും കാര്യമായ അപ്ഗ്രേഡുകൾ ഉള്ള ഫോണാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോണിന്റെ ലുക്ക് അത്യാവശ്യം കാണാൻ നല്ല ഡിസൈനാണ്. അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയാം. അതിനു മുമ്പ് ബോക്സിനകത്ത് കുറച്ച് ഡോക്യുമെന്റേഷനും സിം ടൂളും അടങ്ങുന്ന ഒരു സെറ്റ് അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ചാർജിങ് കേബിൾ ടൈപ്പ് A to ടൈപ്പ് C വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജർ. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം, ഫോൺ എടുക്കാം. അത്യാവശ്യം നല്ലൊരു ഡിസൈനിലാണ് ഈ ഫോൺ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. 8.09 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 192 ഗ്രാമാണ് വെയിറ്റ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ പിന്നെ വോളിയം ബട്ടണും കാണാം. താഴെ മെയിൻ മൈക്രോഫോൺ ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗില്ല്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. മെമ്മറി കാർഡ് 1 TB വരെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം. എന്തായാലും ഈ ഡിസൈൻ മൊത്തത്തിൽ ഇവർ ഷിമ്മറിംഗ് പാസ്റ്റൽ ഡിസൈൻ എന്നാണ് വിളിക്കുന്നത്. എന്ത് തന്നെയായാലും കുഴപ്പമില്ല കാണാനൊക്കെ. സോ ഇങ്ങനെയാണ് ഇതിന്റെ പുറമേയുള്ള ഡിസൈൻ. ഇനി ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ MediaTekന്റെ G85 പ്രോസസറാണ് വരുന്നത്. LPDDR4X RAM ആണ് ഇതിനകത്ത് വരുന്നത്. eMMC 5.1 സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിന്റെ കൂടിയ മോഡലിൽ 16 GB RAM വരെ വരുമെന്നാണ് പറയുന്നത്. അതായത് 8 GB RAM ഇതിനകത്ത് ഓൾറെഡി മോഡൽ ഉണ്ട്. അതിൽ 8 GB വിർച്വൽ RAM കൂടി ആഡ് ചെയ്തുകൊണ്ട് 16 GB RAM വരെ ഉപയോഗിക്കാം നിങ്ങൾക്ക്. 3 മോഡലുകളുണ്ട് ഇതിന്. 4 GB RAM 120 GB സ്റ്റോറേജും, 6 GB RAM 128 GB സ്റ്റോറേജും, പിന്നെ 8 GB RAM 256 GB സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിൽ റാം ഒക്കെ ഡബിൾ ആക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 8 GB RAM 256 GB സ്റ്റോറേജ് ഒക്കെ കൊടുക്കുന്ന ഒരേ ഒരു മോഡൽ ഇതാണ് എന്നുള്ളതും ഓർത്ത് വെക്കാം. 2,80,000 ആൻറ്റുറ്റു സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നത്. പെർഫോമൻസിൽ വേറെ ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനും കാര്യങ്ങളും കാണാം. ഈ ഒരു വിലയ്ക്കായതുകൊണ്ട് നമുക്കത് ഓക്കെ. വേറെ കൂടിയ വിലയൊക്കെയാണെങ്കിൽ നമുക്ക് കുറ്റമായിട്ട് പറയാം. ഇവിടെ അത് പറയാനില്ല. നമുക്കതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള സൗകര്യം ഇവർ തന്നിട്ടുണ്ട്. നമ്മളിതാ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ അത്യാവശ്യം വേണ്ടുന്ന ഗൂഗിൾ ആപ്ലിക്കേഷനും കുറച്ച് ഷവമി ആപ്ലിക്കേഷനും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ വരുന്നത് MIUI 14 ആണ്. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന രീതിയിലാണ്. ചെറിയൊരു നോച്ച് ഡിസൈൻ ആണ്. കുറച്ച് തിക്കായ ബസ്സിലൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഡീസൻ്റ് ആയ ഒരു വ്യൂവിംഗ് ആംഗിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഇതിൽ കാണാം. മീഡിയാസ് ഒക്കെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സോ ഫുൾ HDയിൽ തന്നെ കണ്ടന്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 6.74 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. HD+ ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 450 നിറ്റ്സിന്റെയാണ് നോർമൽ ബ്രൈറ്റ്നസ് വരുന്നത്. 600 നിറ്റ്സിന്റെയാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അത് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ആ ഒരു വിലയ്ക്കുള്ള ഫോണുകളിൽ അതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഓക്കെ എന്ന് പറയാമെന്നേ ഉള്ളൂ. ഒപ്പം തന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനാണ് ഇതിന്റെ ഡിസ്പ്ലേയിലൊക്കെ കൊടുത്തിരിക്കുന്നത്. സോ മൊത്തത്തിൽ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഈ ഫോണിന്റെ ക്യാമറ നോക്കിയാൽ 50 MP AI ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഇത് ഈ സെഗ്മെന്റിൽ റയർ ആണ്. ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ചില ഇമേജ് സാമ്പിളുകൾ ഇവിടെ കാണാം. തീർച്ചയായിട്ടും വിലയ്ക്കൊത്ത രീതിയിലുള്ള ഒരു ഡീസന്റ് ക്വാളിറ്റി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയുണ്ടെന്ന്. ഇനി ഇതിൽ മറ്റു ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോള്, നെറ്റ്വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. 8000 രൂപ റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ അവിടെ 5G ഫോണുകളൊന്നും നമുക്ക് കിട്ടാനില്ല. ഇവിടെ 4G ആണ്. ഇതും 4G ഫോൺ തന്നെയാണെന്ന് ഓർക്കുക. ഒപ്പം തന്നെ Wi-Fi 5 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കർ ആണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ന്യായമായൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ആ രീതിയിലാണ് അതിന്റെ സൗണ്ട് ക്വാളിറ്റി. ഇനി ഇതിന്റെ ബാറ്ററി 5000 mAh ആണ്. 10 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ടൈപ്പ് C പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ 8000 രൂപ റേഞ്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോക്കോ C65 ഒരു നല്ല ഫോണാണെന്ന് തന്നെ പറയാം. പക്ഷെ അത് ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ്. കേട്ട കാര്യങ്ങളിൽ നിന്നും ആ വിലയ്ക്ക് ഈ ഫോൺ ഓക്കെ ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. താല്പര്യം തോന്നുമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഫോൺ 2 കളറിലാണ് വരുന്നത്. പാസ്റ്റൽ ബ്ലൂ ആൻഡ് മാറ്റ് ബ്ലാക്ക്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2 കളറും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യുക. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.